യഥാർത്ഥത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വോട്ടർ പട്ടികയിലെ വിവാദം നമ്മളിവിടെ ചർച്ചയ്ക്കെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ചർച്ചയ്ക്കെടുക്കേണ്ട വിഷയം നേരത്തെ അഡ്വക്കേറ്റ് രാജേഷ് പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ നേരിടുന്ന ജനാധിപത്യ സംവിധാനത്തിലടക്കം മൊത്തം വലിയ തരത്തിലുള്ള സംശയത്തിൻ്റെ നിഴലിലായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പല ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വലിയ സംശയത്തിൻ്റെ നിഴലിലുണ്ടായിരുന്നു. പലതരത്തിലുള്ള പല കോണുകളിൽ നിന്ന് പ്രതിപക്ഷത്തിൻ്റെ മാത്രമല്ല ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ പലതരത്തിലുള്ള മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളിൽ നിന്ന് വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ എന്നുള്ളതിനപ്പുറത്തേക്ക് വലിയ തെളിവുകൾ സഹിതം സംശയങ്ങളടക്കം മുന്നോട്ട് കൊണ്ടിരുന്നു. ഇപ്പോൾ ഇത് രാഹുൽ ഗാന്ധി ഇതപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ വാർത്തകളിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. ഈ രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണ്. ഇതിനെ തുരങ്കം വെക്കുന്ന തരത്തിലുള്ള വലിയ തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു. അപ്പോൾ നമ്മളിവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഷ്ടകാലത്തിന് ഇത് എടുക്കുകയും ചെയ്തു. ഇതാണ് ഇതിനകത്ത് സംഭവിച്ചൊരു തമാശ എന്ന് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇതായിരുന്നു എന്നുള്ളതാണ്. കാരണം കേരളത്തിൽ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും ഉയർന്നു വന്നിട്ടില്ല. മാത്രമല്ല ഇതുവരെയും ഈ ജനാധിപത്യ പ്രക്രിയയിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ വലതുപക്ഷമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമം നടത്തി ഇവിടെയുള്ള ജനാധിപത്യ സംവിധാനത്തെ എല്ലാം തകിടം മറിക്കുന്ന രീതിയിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഒന്നുമില്ല. അതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പോലെ പിന്നെ വോട്ടർമാർക്ക് പകരം ഇപ്പം നോക്കൂ, രാഹുൽ ഗാന്ധി എത്ര ഉദാഹരണ സഹിതം അതിൻ്റെ വോട്ടർ പട്ടിക വെച്ചുകൊണ്ട് തന്നെയാണ് ആ തെളിവുകൾ ഇന്ത്യൻ ജനസമൂഹത്തിന് മുന്നിൽ അദ്ദേഹം വെച്ചത്. അതിൻ്റെ വിഷ്വലുകൾ നമ്മൾക്കറിയാം. അപ്പോൾ അത് ശ്രദ്ധിക്കുമ്പോൾ ഒരു വീട്ടിൽ തന്നെ 10-80 വോട്ടുകളാണ് ഇങ്ങനെ കാണുന്നത്. അതിൽ കൃത്യമായിട്ടുള്ള വയസ്സില്ല. ഇങ്ങനെ പലതരത്തിലുള്ള കൃത്യമായിട്ട് എന്നിട്ട് ഇതിന് തെളിവ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകൾ, അതിൻ്റെ വിഷ്വലുകൾ, അതിൻ്റെ ഡാറ്റകൾ ചോദിച്ചിട്ട് അവർ കൊടുക്കുന്നില്ല. കാരണം എന്താ? വളരെ കൃത്യമാണത്, വളരെ കൃത്യമാണ്. അപ്പോൾ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി, BJP ഗവൺമെൻറ്റിന് വേണ്ടി, സംഘപരിവാറിന് വേണ്ടി കൃത്യമായിട്ടുള്ള അജണ്ട നടപ്പിലാക്കിക്കൊണ്ടല്ലേ ഇത് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കേരളത്തിൽ അത് 12-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്. ഏതാണ്ട് 19.5 ലക്ഷം ആളുകൾ ആണ് പുതിയതായിട്ട് വോട്ടർ പട്ടികയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സാങ്കേതികമായ തകരാറുകളുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നതിനപ്പുറത്ത് ഇതൊരു വലിയ വിവാദമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കേരളത്തിലെ വോട്ടർ പട്ടികയുടെ വിഷയം ഒരു വലിയ വിവാദമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഇത് ജനാധിപത്യത്തിൻ്റെ പ്രശ്നമാണ്, അല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യേക താല്പര്യത്തിന് വേണ്ടി വോട്ടർ പട്ടികയെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിൻ്റെ വിഷയമല്ലത്. ഇത് എന്താണ്? ഇത് അടിസ്ഥാനപരമായിട്ട് ജനാധിപത്യത്തിൻ്റെ പ്രശ്നമാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ പ്രശ്നമാണ്. മതനിരപേക്ഷ ജനാധിപത്യ സമൂഹത്തിൽ ജനാധിപത്യം അങ്ങനെ തന്നെ നിൽക്കേണ്ടതുണ്ട് എന്നുള്ളതിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഇത് കേവലം ഏതെങ്കിലും ഒരു LDFൻ്റെയോ UDFൻ്റെയോ പ്രശ്നമായി ഇതിനെ കാണാൻ കഴിയില്ല. ഇതാണ് എനിക്ക് പ്രാഥമികമായി വിഷയത്തിൽ പറയാനുള്ള കാര്യം.